Hello students, next convergence of Taylor series ആണ്. നമ്മൾ സീരീസിന്റെ ചാപ്റ്ററിൽ പലതരത്തിലുള്ള സീരീസുകൾ പഠിച്ചു, അതിന്റെ കൺവേർജൻസ് പഠിച്ചു. അതുപോലെ ഇവിടെ ടൈലർ സീരീസിന്റെ കൺവേർജൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 0 to infinity എ ഐ എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ റൈസ് ടു ഐ എന്ന് പറയുന്ന ഒരു കൺവേർജൻ പവർ സീരീസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഇന്റർവൽ ഐയിൽ ആൻഡ് സെന്റേർഡ് അറ്റ് എക്സ് നോട്ട്. Then f is infinitely differentiable and ai is equal to fi of x naught divided by I factorial. അപ്പോൾ എ ഐ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ith ഡെറിവേറ്റീവ് അറ്റ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഐ ഫാക്ടോറിയൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അതുകൊണ്ട് സിഗ്മ ഈക്വൽ ടു 0 to infinity fi ഓഫ് എക്സ് നോട്ട് ബൈ ഐ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ റൈസ് ടു ഐ എന്ന് എഴുതാൻ പറ്റും എന്നാണ്. കൺവേർജന്റ് ആണ് എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാവുന്ന കേസ് തന്നെയാണ്. ഈ കോഎഫിഷ്യന്റ് എന്താണെന്നുള്ളത് നമുക്ക് ടൈലർ സീരീസിന്റെ എക്സ്പാൻഷനിൽ നിന്ന് അറിയുന്ന കാര്യം തന്നെയാണ്. രണ്ടാമതായിട്ട് പറയുന്ന കാര്യം, നമ്മൾ പോളിനോമിയിൽ പറഞ്ഞപ്പോൾ ബാക്കി പ്ലസ് എക്സിട്ര ഉണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലസ് എക്സിട്ര ആയിട്ടുള്ള ടേംസിനെല്ലാം കൂടി റിമൈൻഡർ ആർ എൻ ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്തിരുന്നു. ഞാനത് തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ആവശ്യമുള്ളവരൊന്ന് വായിച്ചു നോക്കാനായിട്ട്. ആ റിമൈൻഡർ ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്, കൺവേർജന്റ് ആണ് എങ്കിൽ. അപ്പോൾ ആ ബാക്കി ടേംസ്, ബാലൻസ് ഉള്ള ടേംസ് ഒക്കെ 0ലേക്ക് ടെൻഡ് ചെയ്യും ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ആ സിഗ്മ ഈക്വൽ ടു 0 to infinity fi ഓഫ് എക്സ് നോട്ട് ബൈ ഐ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ദ ഹോൾ റൈസ് ടു ഐക്ക് ഈക്വൽ ആയിരിക്കും എന്നാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി കേട്ടോ. നെക്സ്റ്റ് അതിൻ്റെ പ്രോബ്ലം നോക്കാം. ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. എക്സ്പാൻഡ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 plus 1 by x 1 plus x square in a Maclaurin series. Use part A to find f fourth dash f fifth dash of 0 without calculating derivatives of f directly. അത് നമുക്ക് ഫോർമുല അറിയാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. കോഎഫിഷ്യന്റ് എ ഐ ഇസ് ഈക്വൽ ടു എഫ് ഐ ഓഫ് എക്സ് നോട്ട് ബൈ ഐ ഫാക്ടോറിയൽ ആണെന്നറിയാം. അത് ഇത് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഐ ഇൻറ്റു ഐ ഫാക്ടോറിയൽ ചെയ്താൽ മതി. അപ്പോൾ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാതെ നേരിട്ട് ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻ്റഗ്രേറ്റ് ദിസ് സീരീസ് ഇൻ പാർട്ട് എ ടു പ്രൂവ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ദിസ്. അത് ആ റിസൾട്ടിനെ ബേസ് ചെയ്തൊരു പ്രോബ്ലം ആണ് കേട്ടോ. നാലാമത്തെ പ്രോബ്ലം ഞാൻ പറയുന്നില്ല, അത് ഓയിലർ ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് നോക്കണമെങ്കിൽ നോക്കാം, കുഴപ്പമില്ല. ഞാനിതിപ്പോൾ നോട്ടിൽ എഴുതിയപ്പോൾ മാർക്ക് ചെയ്തിട്ടില്ല. നിങ്ങളെന്നത് ഇതും കൂടി വേണമെങ്കിൽ നോട്ടിൽ എഴുതിക്കോളൂ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. 5/4 ഈക്വൽ ടു ദിസ് വാല്യൂ എന്ന് വെരിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ജോമെട്രിക് സീരീസ് 1/1 plus x സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. അതിന് നമുക്ക് 1/1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. 1/1 മൈനസ് എക്സിന്റെ എക്സ്പാൻഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അതെന്താ വരിക, 1 plus x plus x square plus x cube plus എക്സിട്ര എന്നല്ലേ വരിക. ഇവിടെ ആ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1/1 മൈനസ് എക്സ് സ്ക്വയർ ആണ് വരിക. അപ്പോൾ ഇവിടെ 1 plus മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് എക്സ് സ്ക്വയർ ഹോൾ ക്യൂബ് പ്ലസ് എക്സിട്ര എന്നാണ് വരിക. ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റൈസ് ടു 4 മൈനസ് എക്സ് റൈസ് ടു 6 പ്ലസ് എക്സിട്ര എന്നാണ് വരിക. ഇതെപ്പോഴാണ് ജോമെട്രിക് സീരീസ് ആണ് അല്ലേ, എപ്പോഴാണ് ഇത് കൺവേർജന്റ് ആവുക? മോഡ് എക്സ് ലെസ് ദാൻ മോഡ് ആർ ലെസ് ദാൻ 1 ആവുമ്പോൾ. ഇവിടുത്തെ ആർ എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ മോഡ് മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മോഡ് എക്സ് ലെസ് ദാൻ 1 ആവുക അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ മോഡ് എക്സ് ലെസ് ദാൻ 1 ആവുക. അപ്പോൾ മക്ലോറിൻ സീരീസ് ഓഫ് ദിസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. അത് വാലിഡ് ആവുക മോഡ് എക്സ് ലെസ് ദാൻ 1 ആവുമ്പോൾ. ഓക്കെ, ഇനി എഫ് ഫിഫ്ത്ത് ഡാഷ് ഓഫ് 0/5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 5 ആണ് ഇൻ ദ എബവ് എക്സ്പാൻഷൻ. പക്ഷെ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 5 ഇല്ല, എ ഐ ആണ്. എ ഐ ഞാൻ പറഞ്ഞിരുന്നില്ലേ നേരത്തെ, ആ റിലേഷനിൽ നിന്ന് അത് കണക്ട് ചെയ്തെടുത്താൽ മതി. ഇതാ ഈ റിലേഷനിൽ നിന്ന്, ഈ റിലേഷൻ എ ഐ ഇസ് ഈക്വൽ ടു എഫ് ith ഡെറിവേറ്റീവ് അറ്റ് എക്സ് നോട്ട് ബൈ ഐ ഫാക്ടോറിയൽ. അപ്പോൾ ഫിഫ്ത്ത് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയാവുന്ന കാര്യം, ഫിഫ്ത്ത് ഡെറിവേറ്റീവ് അറ്റ് 0 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 5 ആണെന്ന് അറിയാം ആ റിസൾട്ട് പ്രകാരം. പക്ഷെ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഫിഫ്ത്ത് പവർ ഇല്ല, 0 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? അപ്പോൾ ദിസ് വാല്യൂ ഇസ് ഈക്വൽ ടു 0 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഡെറിവേറ്റീവ് അറ്റ് 0 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ശരിയായില്ലേ? ഇനി സിക്സ്ത് ഡെറിവേറ്റീവ് അറ്റ് 0 ഡിവൈഡ് ബൈ 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 6 ആണെന്ന് അറിയാം ആ റിസൾട്ട് പ്രകാരം.
അപ്പോൾ ഇവിടെ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 6 എന്ന് പറഞ്ഞാൽ -1 ആണ് അല്ലേ. അപ്പോൾ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു -1. അപ്പോൾ 6th ഡെറിവേറ്റീവ് അറ്റ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 × 6 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് -6 ഫാക്ടോറിയൽ എന്ന് കിട്ടും. അപ്പോൾ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാതെ നേരിട്ട് സീരീസ് നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എഴുതാനായിട്ട് പറ്റും. അതാണ് ഇത്. അടുത്തത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to x dt/1 + t². ഇവിടെ എക്സ് ലിമിറ്റ് ആയിട്ടുള്ളതുകൊണ്ട് വാരിയബിളിന് എക്സ് എന്നുള്ളതിന് പകരം ടിയിലേക്ക് മാറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഇൻ്റഗ്രേഷനൊക്കെ ചെയ്ത് നമുക്ക് ദിസ് ഈക്വൽ ടു ദിസ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് ആണെന്നറിയാം അല്ലേ. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടാൻ ഇൻവേഴ്സ് എക്സ് ആണെന്നറിയാം. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ എക്സ്പാൻഷനും നിങ്ങൾക്കറിയാം. ആ എക്സ്പാൻഷൻ തന്നെയാണ് ഇപ്പുറത്ത് വരുന്നത്. അപ്പോൾ അത് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതങ്ങനെ കഴിയും. ഇതൊക്കെ എളുപ്പമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 4ാമത്തെ ചോദ്യം ഞാൻ നോട്ട്ബുക്കിൽ എഴുതാനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങളത് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിൻ്റെ ആൻസർ ഇവിടെ എഴുതിക്കോളൂ. ഇത് π/4 ആണെന്ന് കിട്ടാനായിട്ട് ഒന്നുമില്ല. അവിടെ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്ലേസിൽ 1 അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതണം എന്നില്ല കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് വെച്ച് ചെയ്താൽ മതി. അതിലവിടെ ഇത് ലിമിറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല, അത്രയും മതിയാവും. ഓക്കെ, അടുത്തത് ടൈലർ സീരീസ് ടെസ്റ്റ് ആണ്. അതെന്താണെന്ന് നോക്കാം. ടു പ്രൂവ് ദാറ്റ് എ ഫംഗ്ഷൻ f of x equals its Taylor series sigma equal to 0 to infinity f ith derivative of x naught by I factorial into x minus x naught the whole raised to I on I, it is sufficient to show that ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അതിൻ്റെ ടൈലർ സീരീസിനോട് ഈക്വൽ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള 2 കണ്ടീഷൻസ് ആണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എഫ് ഈസ് ഇൻഫിനിറ്റ്ലി ഡിഫറൻഷ്യബിൾ ഓൺ ഐ. എഫിനെ നമുക്ക് കുറേ പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. രണ്ടാമത്തെ കാര്യം ദ ഡെറിവേറ്റീവ്സ് ഓഫ് എഫ് ഗ്രോ നോ ഫാസ്റ്റർ ദാൻ എ കോൺസ്റ്റന്റ് സി ടൈംസ് പവർ ഓഫ് എ കോൺസ്റ്റന്റ് എം. അതായത് മോഡ് എഫ് എൻ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം കോൺസ്റ്റന്റ്സ് ഇൻറ്റു എം റേസ് ടു എന്നുള്ള ഫോമിലായിരിക്കണം. അതായത് സിയും കോൺസ്റ്റന്റ് ആണ്, അതിലെ എമ്മും കോൺസ്റ്റന്റ് ആണ്. മോഡ് എഫ് എൻ ഓഫ് എക്സിന്റെ വാല്യൂ എടുത്താൽ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു സം കോൺസ്റ്റന്റ് റേസ് ടു എൻ എന്നുള്ള ഫോമിൽ എക്സിസ്റ്റ് ചെയ്യണം. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. നമുക്ക് മോഡ് എഫ് എൻ ഓഫ് എക്സ് എടുത്ത് നോക്കാം. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ അതിൻ്റെ ടൈലർ സീരീസിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം. Prove that e raised to x equal to 1 plus x plus x square plus x cube plus x by 2 plus 2 factorial ഉണ്ട് കേട്ടോ. a plus x cube by 3 factorial plus etc. അവിടെ ഫാക്ടോറിയൽ ഇടാൻ മറക്കരുതേ. അതുപോലെ സൈൻ എക്സിൻ്റെ കേസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എടുത്താൽ നമുക്കറിയാം അതിൻ്റെ nth ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ അത് ഇൻഫിനിറ്റ്ലി ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, സിൻസ് ഓൾ ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് നോട്ട് ആർ 1, ഇതിന് എക്സ് നോട്ട് ഈക്വൽ ടു 0ൽ എ ഡെറിവേറ്റീവ്സ് എല്ലാം ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് ഇ റേസ് ടു 0 ഇ റേസ് ടു 0 ഇ റേസ് ടു 0 അങ്ങനെ 1 ആണ് കിട്ടിക്കൊണ്ടിരിക്കുക. പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മാക്ലോറിൻ സീരീസ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എക്സ് റേസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് 1 പ്ലസ് എക്സ് ഇത് ഈ എക്സ്പാൻഷനാണ് കിട്ടുക. ഇതിനെ സം ചെയ്ത് ഇവിടെ എഴുതിയിരിക്കുന്നതാണിത്. ഈ എക്സ്പാൻഷനാണ് നമുക്ക് അവിടെ കിട്ടുക. ഇനി നമുക്ക് ആകെ കാണിക്കാനുള്ളത് മോഡ് എഫ് എൻ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എം റേസ് ടു എൻ ആണ് ഫോർ സം കോൺസ്റ്റൻറ്റ്സ് സി ആൻഡ് എം. അപ്പോൾ എഫ് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ എം ഈക്വൽ ടു ക്യാപിറ്റൽ എം ഈക്വൽ ടു 1 എന്നും സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ റേസ് ടു എക്സിൻ്റെ മാക്സിമം വാല്യൂ ആയിട്ടും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇ റേസ് ടു എക്സിന് എടുക്കാവുന്ന മാക്സിമം വാല്യൂ ആയിട്ട് സിയും എം ആയിട്ട് 1ഉം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഡ് എഫ് എൻ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എം റേസ് ടു എന്ന് പറയാൻ പറ്റും. അതായത് ഇവിടെ ഇ റേസ് ടു എക്സ് ആണ് വരിക, ഇവിടെ അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് വരിക, ഇവിടെ 1 ആണ് വരിക. അപ്പോൾ എന്തായാലും മോഡ് ഇ റേസ് ടു എക്സ് അതിൻ്റെ മാക്സിമം വാല്യൂവിനേക്കാളും ലെസ്സോ ഈക്വലോ ആയിരിക്കില്ലേ. അപ്പോൾ ആ രണ്ടാമത്തെ കണ്ടീഷനും ഇങ്ങനെ സെലക്ട് ചെയ്താൽ അവിടെ ഹോൾഡ് ചെയ്യും എന്ന് പറയാൻ പറ്റും. Therefore ആ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയാം. അതായത് ഇ റേസ് ടു എക്സ് അതിൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷനോട് അല്ലെങ്കിൽ മാക്ലോറിൻ സീരീസ് എക്സ്പാൻഷനോട് ഈക്വൽ ആണെന്ന് പറയാം. അത് ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഇൻഫിനിറ്റ്ലി ഡിഫറൻഷ്യബിളും ആണ്, ഈ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ കോൺസ്റ്റൻസ് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അത് ആ മാക്സിമം ആകുന്ന രീതിയിൽ സെലക്ട് ചെയ്താൽ മതി എന്ന് മാത്രം. ഓക്കെ, അതുപോലെ അടുത്ത പ്രോബ്ലം സൈൻ എക്സിൻ്റെ വാല്യൂ ഇതിനോട് ഈക്വൽ ആണ് എന്നുള്ളത്. അതും അത് ഈ പറഞ്ഞ കണക്കിന് സൈനും കോസും ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോൾ സൈനും കോസും ചിഹ്നത്തിലാണ് വ്യത്യാസം വരുള്ളൂ. ബാക്കിയെല്ലാം സൈനും കോസും മാറി 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 വരികയാണ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഫിനിറ്റ്ലി ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാനായിട്ട് പറ്റും. പിന്നെ
nth ഡെറിവേറ്റീവ് ഒന്നില്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് കോസ് എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് സൈൻ എക്സ് ആയിരിക്കും. പ്ലസോ മൈനസോ എന്നുള്ളത് അറിയില്ല, ഒന്നില്ലെങ്കിൽ കോസ് എക്സ് ആയിരിക്കും അല്ലെങ്കിൽ സൈൻ എക്സ് ആയിരിക്കും. ഇങ്ങനെ മാറി 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 വരുന്നുണ്ട്. ഏതാണെങ്കിലും സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കുന്നത് നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ ഇവിടെ സി ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക, എം ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. അപ്പൊ ആ ഇൻഇക്വാളിറ്റിയിൽ സിയും എമ്മും 1 ആവുമ്പോൾ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അത് ഹോൾഡ് ചെയ്യുന്ന കണ്ടീഷനാണ്. അപ്പൊ സിയും 1 എന്ന് എടുത്താൽ മതി, എമ്മും 1 എടുത്താൽ മതി. നമ്മുടെ ആ രണ്ടാമത് പറയുന്ന കണ്ടീഷനും അവിടെ ഹോൾഡ് ചെയ്തോളൂ. ഓക്കെ. അപ്പൊ ഇൻഫിനിറ്റ്ലി ഡിഫറൻഷ്യൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ചോയ്സ് ആണ്. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സംതിങ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഇത് സെലക്ട് ചെയ്യുന്നത് നമ്മളാണ്. അപ്പൊ അത് ഫംഗ്ഷൻ നോക്കിയിട്ട് ഏത് വാല്യൂ എടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മളിത് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതില് ഈ സെലക്ഷൻ രണ്ട് കാര്യങ്ങളും ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സൈൻ എക്സിന്റെ വാല്യൂ അതിന്റെ മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷനോട് ഈക്വൽ ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ. അപ്പം അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അത് അതിൽ കിടക്കുന്നതുകൊണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി പോക്കോളൂ കേട്ടോ. എങ്ങാനും ചോദിച്ചാൽ നമ്മൾ ഇത് സാധാരണ ഈ ഭാഗത്തുനിന്ന് ടൈലർ സീരീസും മെക്ലോറിൻ സീരീസും ഫൈൻഡ് ചെയ്യാൻ തന്നെയാണ് ചോദിക്കാറ്. പിന്നെ വേണമെങ്കിൽ ആ കോഎഫിഷ്യൻ്റ് ഡെറിവേറ്റീവ് കാണാതെ ആ കോഎഫിഷ്യൻറ്റിൽ നിന്ന് ആ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനും ചിലപ്പോൾ ചോദിക്കാം. എന്നാലും ലാസ്റ്റ് ഇങ്ങനെ ഒരു ടോപ്പിക് ഉള്ളത് കൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ വരുന്നത്. എക്സസൈസിൽ പ്രോബ്ലംസ് ഉണ്ട്, കുറച്ച് എടുത്ത് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാത്തിൽ നിന്നും ഒരു 2 or 3 എടുത്തിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.